സ്റ്റേജ് ഷോയിൽ ജഗതി ചേട്ടനായിട്ടുള്ള ഒരു തർക്കമുണ്ടായിരുന്നു ഞങ്ങൾ കേട്ടു. തർക്കം ഉണ്ടായിരുന്നില്ല, വൺ സൈഡഡ് ആയിരുന്നു. എന്തായാലും തന്നെ വൺ സൈഡഡ് ആയാലും ടു സൈഡിലായാലും സംഭവം ഇതായിരുന്നു. ഇംഗ്ലീഷ് കോൺവെർസേഷനെ ബന്ധപ്പെട്ട അവരുടെ കറക്റ്റ് ചോദ്യം ചോദിച്ചു. എന്ന് വെച്ചാൽ അവരുടെ ഇംഗ്ലീഷ് ബോറിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും സെൻറ്റൻസ് ചേച്ചി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചോദ്യം മനസ്സിലായില്ല. അതായത് ശരിക്കും ആക്ച്വലി എന്തായിരുന്നു അമ്പിളിച്ചേട്ടനായിട്ടുള്ള ഇഷ്യൂ? അതാണ് ചോദ്യം. ബിക്കോസ് മോള് പറഞ്ഞ പോലത്തെ ഒന്നും അവിടെ നടന്നു. ജഗതി ചേട്ടനായിട്ടുള്ള ഇഷ്യൂ എന്തായിരുന്നു? ശരിക്കും ജഗതി ചേട്ടനായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഫസ്റ്റ്ലി ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു ചോദ്യം ഈ ഒരു അവസ്ഥയിൽ സംസാരിക്കുന്നത് ശരിക്കും ഇറ്റ്സ് നോട്ട് ഈവൻ റൈറ്റ്സ്, ബിക്കോസ് അദ്ദേഹത്തിന്റെ ഹെൽത്ത് വൈസ് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു ഏരിയയിലാണ്. സോ ഇറ്റ്സ് റിയലി റോങ്. സോ ജഗതി ചേട്ടൻ എത്രയും പെട്ടെന്ന് തിരിച്ച് സിനിമയിലെത്തി നന്നായി ചേട്ടനാ നമ്മളെല്ലാവരും ആഗ്രഹം. ജഗതി എന്ന നടനോട് എല്ലാവരെയും പോലെ വലിയൊരു ബഹുമാനവും ആദരവും എനിക്കുണ്ട്. പേഴ്സണലി അന്ന് സ്റ്റേജിൽ സംഭവിച്ച എന്താണ് എന്ന് പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുണ്ട്. അതിന് എന്താണ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജഗതി ചേട്ടൻ അന്ന് സ്റ്റേജിൽ വന്നു, എൻ്റെ പേരെടുത്ത് പറയാതെ എന്നെ അനുകരിച്ച് എന്നെ കളിയാക്കി. ആൻഡ് പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ആവരുത്, അങ്ങനെ ആവരുത്, നസ്രിയെ കണ്ടുപിടിക്കൂ, നസ്രിയെ പോലെ ആവണം. പക്ഷെ നസ്രി എന്നെ പോലെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. ബിക്കോസ് നസ്രിയെ ഏറ്റവും കൂടുതൽ ഗൈഡൻസ് കൊടുക്കുന്നത് ഞാനാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ റെസ്പോണ്ട് ചെയ്തേ ഉണ്ടായിരുന്നില്ല ത്രൂ ഔട്ട് ദി സ്റ്റേജ്. അദ്ദേഹം കുറേ അധികം സംസാരിച്ചു. ടൈം ബിക്കോസ് ഒരു ഫിനാലയിൽ കയറി എന്നെ കളിയാക്കി, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണ് എന്ന് എനിക്കറിയാം. ഇനിയും അത് റിപ്പീറ്റ് ചെയ്തിട്ട് വി ഡോണ്ട് ഹാവ് ടു മേക്ക് ഇറ്റ് ബോറിംഗ്. ഞാൻ അതിൽ അന്ന് പ്രതികരിച്ചില്ല. ബിക്കോസ് എനിക്ക് ശരിക്കും ഞാൻ അവിടെ അന്ന് എനിക്ക് കാശ് തന്ന് ഞാനൊരു ജോലിക്ക് വേണ്ടി അവിടെ എത്തിയതാണ്. അതിൽ 5 പേര് ഫൈനൽ റിസൾട്ടിന് വേണ്ടി നിൽക്കുമ്പോഴാണ് ജഗതി ചേട്ടൻ്റെ അടുത്തും ജയറാമേട്ടൻ്റെ അടുത്തും നവ്യൊക്കെ സ്റ്റേജിലുണ്ട്. ഇങ്ങനെ 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞ് മൈക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ് മൈക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഉടനെ ഇതിനെക്കുറിച്ച് സംസാരിക്കും, തമാശ ആക്കിയിട്ട് ഞാൻ എൻ്റെ ജോലി മുഴുവൻ തീർന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രതികരിച്ചു, ഞാൻ എഴുതി. എനിക്ക് ഏറ്റവും പ്രശ്നം വന്നത് എന്താണെന്നറിയാമോ? ഇറ്റ് വാസ് നോട്ട് റൈറ്റ്. ബിക്കോസ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഞാൻ ഒപ്പീനിയൻസ് പറയരുതെന്നാണ്. ഒരു ആങ്കർ ജഡ്ജസിനെയും കുട്ടികളെയും സ്റ്റേജിലേക്ക് വിളിച്ചാൽ മാത്രം മതി, വേറൊന്നും പറയരുത്. ശരിക്കും ഒരു ആങ്കറിൻ്റെ റോള് ഡിഫൈൻഡ് അങ്ങനെയല്ല. ഒരു മീഡിയേറ്ററാണ് ആങ്കർ, അല്ലേ? ഒരു ആങ്കർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചേട്ടൻ ചെയ്യുന്നത് അവിടെയും ഇവിടെയും കണക്ട് ചെയ്യുന്നു. ഇപ്പം അവിടെ സ്റ്റക്കായ അവിടെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടുന്ന് കണ്ടിന്യൂഷൻ ചെയ്യണം. പ്രോഗ്രാമിന്റെ ഒരു ഫ്ലോ നമ്മളുടെ കയ്യിലാണ്. അപ്പോൾ അത് എങ്ങനെ ആവണം, എന്ത് രീതി ആവണം, അത് പേഴ്സണലാണ്, അല്ലേ? സോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഇറ്റ്സ് നോട്ട് റൈറ്റ്. അദ്ദേഹം എന്താണ് അന്ന് കയറി ചെയ്തത്? ഒരു വലിയ ഷോയിൽ ഫൈനൽസിൽ റിസൾട്ട് പറയുന്നതിന് പകരം അതിൻ്റെ ഫോക്കസ് മാറ്റിക്കളഞ്ഞു. ആ ഷോയിലെ കുറിച്ച് ഇന്ന് ആരെങ്കിലും ഓർത്താൽ ജഗതി ചേട്ടൻ്റെ എൻ്റെ ഇഷ്യൂ മാത്രമേ ഓർക്കുള്ളൂ. അതാരാ ജയിച്ചത് ആർക്കും അറിയില്ല, സെക്കൻഡ് വന്നത് ആർക്കും അറിയില്ല. സോ ദാറ്റ് വാസ് റിയലി റിയലി അൺഫെയർ ഐ തോട്ട്, വിച്ച് വാസ് നോട്ട് ഫെയർ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത്. ഇറ്റ് വാസ് എ റോങ്ഫുൾ ചോയ്സ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം എന്നെ പേഴ്സണലി ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ ജോലിയെ ഇഷ്ടമല്ലെങ്കിൽ, പേഴ്സണലി ഇഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് പരിചയമില്ല. ജോലി ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്നെ മാറ്റി വിളിച്ച് പറയായിരുന്നു, അല്ലെങ്കിൽ 2 വാക്ക് പറഞ്ഞ് നിർത്തായിരുന്നു. കുഴപ്പമില്ല, പറഞ്ഞു സ്റ്റേജിൽ, ഐ ഹാവ് നോ പ്രോബ്ലം. അല്ലെങ്കിൽ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ പറഞ്ഞാൽ ഞാനും പ്രതികരിച്ചാലേ. നമുക്കും വേണേൽ പ്രതികരിക്കാമല്ലോ, അല്ലേ? എവിടെ എങ്ങനെ ചെയ്യണം എന്ന് ആലോചിച്ചാണ്. ബട്ട് ഐ വിഷ് ഹിം സ്പീഡി റിക്കവറി. പ്രതികരിച്ചപ്പോൾ ജഗതി ചേട്ടൻ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അത് പറഞ്ഞു, അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്തിരുന്നു. പറഞ്ഞു, കറക്റ്റ്. ജഗതി ചേട്ടനെ ചേച്ചിയെ ഇൻസൾട്ട് ചെയ്തിട്ട് വേണോ ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കേണ്ട ആവശ്യം? പിന്നെ എന്തുകൊണ്ട് അങ്ങനെ വേർഡ് യൂസ് ചെയ്തു? അപ്പൊ തെറ്റല്ലേ? സോറി പറയേണ്ട കാര്യമല്ല. എന്റെ തോന്നലല്ലേ മോനെ, മനുഷ്യനല്ലേ? അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. അത് മോന്റെ തോന്നൽ, സമ്മതിച്ചിരിക്കുന്നു. എന്റെ തോന്നൽ എനിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. എനിക്ക് അന്ന് ആ സ്റ്റേജിൽ 45 മിനിറ്റ്സ് എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ഹേർട്ടായി. ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണല്ലോ, അൺഫോർച്ചുനേറ്റ്ലി. ഒരു ഫീലിങ്സ് ഇല്ലാത്ത കോക്രോച്ചൊന്നും അല്ലല്ലോ ഞാൻ. അപ്പോൾ എനിക്ക് ഫീലിങ്സ് അടിച്ചു. അത് സ്റ്റേജിൽ പ്രതികരിച്ചില്ല, അത് എൻ്റെ മാന്യത എന്ന് ഇന്നും ഞാൻ പറയും. ബിക്കോസ് ഐ ഫീൽ ഞാൻ പ്രതികരിച്ചിരുന്നെങ്കിൽ ആ സാധനം വളരെ വൃത്തികേടായിപ്പോയി, ഞാനും താന്നുപോയേനെ എൻ്റെ കണ്ണിൽ തന്നെ. അപ്പോൾ അത് അവിടെ വിട്ടിട്ട് മാറിപ്പോയി. ഞാൻ പ്രതികരിച്ചപ്പോൾ എനിക്ക് ഉള്ളിലുള്ള ആ സങ്കടം അത് ഞാൻ എഴുതിയപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം ചെയ്തത് വളരെ ചീപ്പായി പോയി. എൻ്റെ തോന്നലാണ് അത്. ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണൽ ഒപ്പീനിയനാണ്. മോനിഷ് തീർച്ചയായിട്ടും അത് ചീപ്പായി തോന്നാതിരിക്കാം, എനിക്ക് തോന്നിയില്ല. സോ താങ്ക് യു. ചേച്ചി എപ്പോഴും എല്ലായിടത്തും നല്ല ബോൾഡായി, നല്ല എന്താ പറയുക, നല്ല തൻ്റെ അടുത്തുകൂടി എല്ലാ കാര്യങ്ങളും നേരിടുന്നത് ചേച്ചി. സ്റ്റാർ സിംഗറിന്റെ ഫൈനലിൽ ജയിക്കുന്നവരെ ഹഗ് ചെയ്യാനും ചേച്ചിക്ക് ഒരു അത്ര പബ്ലിക്കിന് മുമ്പിൽ ആരും ഇതില്ല. സ്റ്റാർ സിംഗറിന്റെ ഫൈനൽസിൽ മാത്രമല്ല, ജീവിതത്തിലും എനിക്ക് അറിയാവുന്ന ഒരാളാണ് ഞാൻ കെട്ടിപ്പിടിക്കും. അതെൻ്റെ ഒരു അൺഫോർച്ചുനേറ്റ്. അപ്പോൾ അങ്ങനെ എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട് ചേട്ടാ. ഈ കെട്ടിപ്പിടുത്തം എവിടൊക്കെ എന്നെ കൊണ്ട് എത്തിച്ചു എന്നറിയോ? ശ്വേതയും
കെട്ടിപ്പിടുത്തത്തിന്റെ ആളാണ്. കെട്ടിപ്പിടുത്തത്തിന്റെ അതെ. എന്താ പറ്റിയെന്ന് അറിയാമോ, ഞാനിപ്പം എല്ലാവരും രഞ്ജിനി എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടുത്തം അങ്ങനെ തമാശയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഏതൊരു സിനിമയിലൊക്കെ, ഗോൽമാലിലെന്തോ വിളിച്ച് ഏത് സ്റ്റേജിലെത്തിയ രഞ്ജിനിയെ കെട്ടിപ്പിടിക്കാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ട്. അപ്പം ഞാനൊരു ദിവസം ഒരു സ്റ്റേജ് ഷോ ചെയ്യായിരുന്നു. എൻ്റെ മണ്ടത്തരം, ഇങ്ങനെ മണ്ടത്തരം പറ്റും. ഈ സ്റ്റേജ് ഷോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കളി, ഒരു ഗെയിം, ഓഡിയൻസ് ആരാണെന്ന് എനിക്ക് അറിയാൻ പോലും ഇല്ല. ഓക്കെ, ഇതിൽ സമ്മാനം കൊടുക്കാൻ സമ്മാനമില്ല, ബാക്ക് സ്റ്റേജിൽ പ്രൈസ് ഇല്ല. അപ്പൊ ഞാൻ പറയും, സമ്മാനമായിട്ട് എൻ്റെ വക ഒരു കെട്ടിപ്പിടുത്തം ഫ്രീ. ഒന്ന് ആലോചിച്ച് ഞാൻ ചെയ്ത ലോകത്തിലെ വൺ ഓഫ് ദി ബിഗസ്റ്റ് മണ്ടത്തരംസ്. കുറച്ചധികം ചെറുപ്പക്കാർ സ്റ്റേജിൽ കയറി വന്നു. സ്വയം പാരാന്ന് പറയണത് അന്ന് ഞാൻ പിന്നെ എങ്ങനെയോ ഞാൻ ഊരി രക്ഷപ്പെട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഗെയിം ഞാൻ ഒരാളെ കെട്ടിപ്പിടിച്ചു. മറ്റേ കെട്ടിപ്പിടിക്കാൻ എനിക്ക് പേടി, അയാൾ വിട്ടില്ലല്ലോ എന്നൊരു പേടി. സോ ആക്ച്വലി ഈ ബോൾഡ്നെസ്സിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചില്ലേ, രഞ്ജിനി ഹരിദാസ് എന്ന് പറഞ്ഞ ഈ സ്ക്രീനിൽ കാണുന്ന വ്യക്തിയല്ലേ നിങ്ങൾക്ക് അറിയൂ? അതാണ് വ്യത്യാസം. ഈ രഞ്ജിനി ഹരിദാസിന് ഞാൻ വേറെ കാര്യം പറ്റി, ഇത്രയും നേരം സംസാരിച്ചെന്ന് എനിക്ക് വേറെ കാര്യം ഫ്രാങ്ക് ഞാൻ പറയാം. രഞ്ജിനി ഈ പറയുന്ന ഈ നാവിട്ടടിക്കുന്ന രഞ്ജിനി മാത്രമേ ഉള്ളൂ. രഞ്ജിനി വളരെ സോഫ്റ്റ് ആയിട്ട്, രഞ്ജിനി പെട്ടെന്ന് കരയുന്ന പ്രകൃതം ആണോ? എനിക്കറിയില്ല രഞ്ജിനി, നമ്മൾ കൂടുതലൊന്നും അറിയില്ല. രഞ്ജിനി ഞാൻ ഷോസിന് മാത്രമേ കണ്ടിട്ടുള്ളൂ, സ്റ്റേജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ രഞ്ജിനി ഈ പറയുന്നത്, രഞ്ജിനിക്ക് രഞ്ജിനി ഭയങ്കര ബോൾഡാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് രഞ്ജിനി കാണിക്കുന്ന അഭ്യാസം മുഴുവൻ അതാണ്. രഞ്ജിനി ഒരു ഡ്യുവൽ ഇതാണ്. രഞ്ജിനി പാവണം ശരിക്കും 100%. ഞാനും പറയുന്നു, പക്ഷെ ആരും സമ്മതിച്ചില്ല കേട്ടോ. ഇനി ചേട്ടൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ഇനി ആരും വിശ്വസിക്കില്ല. നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ കയറുമ്പോൾ നമ്മൾ എപ്പോഴും ആൾക്കാരുടെ കണ്ണിന് മുന്നിലാണ് അല്ലേ. അപ്പോൾ പണ്ട് തൊട്ടേ എനിക്ക് വളരെ അൺകംഫർട്ടബിൾ ആണ്. ഞാനൊരു സൂപ്പർ സെൻസിറ്റീവ് ആളാണ്. സൂപ്പർ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ദേഷ്യം പെട്ടെന്ന് വരും, കരച്ചിൽ പെട്ടെന്ന് വരും. ഈ കരച്ചിൽ പെട്ടെന്ന് പറഞ്ഞാൽ അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ഈ ദേഷ്യം കൊണ്ട് കവർ ചെയ്യും, അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഈ പുറത്ത് കാണുന്ന ഈ ബോൾഡ് ദേഷ്യം, ഒച്ച, ബഹളം, അത് എന്നെ തന്നെ ഈ സോഫ്റ്റായി എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ്, കവറിംഗ് ആണ്. പക്ഷെ ഇത് കുറെ വർഷങ്ങളായി ആയതുകൊണ്ട് അവിടെ കുറച്ച് സ്റ്റക്കായിരിക്കുകയാണ് ഈ സാധനം. ഇതിനകത്തേക്ക് ആർക്കൊക്കെ കയറി വരാൻ പറ്റുമോ ഒരു വലിയ ടാസ്ക് ആണ്. കയറി വന്നാൽ പിന്നെ അവിടെ സ്റ്റക്കാണ്. സോ ഇറ്റ്സ് ആൻഡ് ഐ റിയലി ഫീൽ ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ യു ഹാവ് നോ ചോയ്സ്. എനിക്ക് മാത്രമല്ല ചേട്ടാ, കുറേ ആൾക്കാർക്ക് എക്സ്പീരിയൻസസ് കാരണം, എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് അമ്മയും ഞാനും മാത്രമായിട്ട് എത്ര ഷോസിന് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസസ് കുറേ നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ച് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് ആരും വരില്ല. അപ്പോൾ ആൾക്കാർ എന്നെ അഹങ്കാരി എന്ന് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല, തൻ്റെ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല, കൊമ്പനെന്ന് വിളിച്ചാലും കുഴപ്പമില്ല, ബാലനെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ പ്രൊട്ടക്റ്റഡ് ആണല്ലോ, അതാണ് എൻ്റെ പ്രയോറിറ്റി. സോ ഐ തിങ്ക് അല്ല, മറ്റേ ക്ലിപ്പൊക്കെ ശരിക്കും ഗുണം ചെയ്തു. രഞ്ജിനി റിയാക്ട് ചെയ്യുന്നുള്ളത് ജനത്തിന് മനസ്സിലായി 100%. ഇപ്പൊ എന്നെ ഷോന് വിളിച്ചാലും whatever it is, ആർക്കൊക്കെ കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും. ഒന്നടുക്കാൻ പേടിയുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല. ചേച്ചി അന്ന് നടന്ന ഗ്രാൻഡ് ഫിനാലിയുടെ കേസ് പറഞ്ഞിരുന്നല്ലോ, ഈസ്റ്റ് മൻഷോ ജഗദീഷ് ചേട്ടൻ. സോ അതിൽ മീഡിയേറ്ററിന് കൊടുക്കുന്ന വർക്ക് മീഡിയേറ്റർ ചെയ്യേണ്ടതാണ്, ജഡ്ജിമാർ ചെയ്യേണ്ട വർക്ക് ജഡ്ജിമാർ ചെയ്യേണ്ടതാണ്. സോ മീഡിയേറ്റർ ചെയ്യേണ്ട വർക്കിനേക്കാളും അപ്പുറം ഓവർടേക്ക് ചെയ്തിട്ട് എന്തുകൊണ്ട് ഒപ്പീനിയൻ ജഗദീഷ് ചേട്ടൻ ചെയ്തില്ലല്ലോ? ഞാൻ ജഗദീഷ് ചേട്ടൻ സംസാരിച്ചില്ലല്ലോ അന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെ കെനസി ഷോ കണ്ടിട്ടില്ല, അതാണ് പ്രശ്നം. കെനസി ഷോ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കെനസിന് കറക്റ്റായിട്ട് ചോദ്യം ചോദിക്കാൻ അറിയാമായിരുന്നു. കെനസ് അവിടെ സംഭവിച്ചത്, അദ്ദേഹം പറഞ്ഞത് ഇത്രയും കാലം ഞാൻ ചെയ്ത ഷോസിനെ കുറിച്ചാണ്, അന്നത്തെ ഷോനെ കുറിച്ചല്ല. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്താണ് പറയേണ്ടത്? അതിപ്പോ പറഞ്ഞു തന്നെയാണ്. അപ്പൊ കെനസ് ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. മോൾക്ക് എന്നെ കറക്റ്റായിട്ട് ട്രാപ്പ് ചെയ്യണമെങ്കിൽ ചോദ്യം കറക്റ്റായിട്ട് ചോദിക്കണം, അപ്പോഴേ നമുക്ക് ട്രാപ്പ് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? സോ മോൾ ചോദിക്കുന്ന ചോദ്യത്തിൽ എൻ്റെ ജോലി, അദ്ദേഹം പറഞ്ഞു ഞാൻ വേറെ കൊച്ചിനെ കുറിച്ച് കമൻസ് പറയരുതെന്ന്. ഞാൻ ഒരിക്കലും വേറൊരു കൊച്ച് നന്നായി പാടി എന്ന് ഞാൻ പറയും, ബിക്കോസ് ആ കൊച്ചിനുള്ള എൻകറേജ്മെന്റ് ആണത്, മനസ്സിലായില്ലേ? എൻ്റെ കൂടെ നിൽക്കുന്നു, ഞാൻ മീഡിയേറ്റർ ആണ്, മാൻ വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ്. പക്ഷെ ഇടയ്ക്ക് എവിടെയോ പോയോ എനിക്കറിയില്ല, ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. ഇതാണ് എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. അല്ല, ഇപ്പൊ ദാസേട്ടന്റെ ഒരു ജഡ്ജ്മെന്റ് കഴിഞ്ഞ് നടക്കുന്നതിന് മുമ്പ്, ഫൈനൽ ജഡ്ജ്മെന്റിന് മുമ്പ് ദാസേട്ടൻ കയറി ഒരു പാട്ടുകാരെ കുറിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. അഭിപ്രായത്തിന് ദാസേട്ടനെ പോലുള്ള ഒരു അദ്ദേഹത്തിന് എന്തൊക്കെ പറഞ്ഞു ആൾക്കാർ, ദാസേട്ടന് അഗൈൻസ്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു, എന്തിന് അഭിപ്രായം പറഞ്ഞു, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹം ജഡ്ജസ് കൊടുക്കണ മാർക്സ് ജഡ്ജസ് കൊടുക്കും. അതിപ്പോ രഞ്ജിനി പറഞ്ഞാലോ പ്രേക്ഷകർ പറഞ്ഞാലോ ഒന്നും മാറാൻ പോകുന്നില്ല. ജഡ്ജസ് ഓൾറെഡി മാർക്കിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കയറി നിൽക്കുന്ന ആൾക്ക് ആ കുട്ടി നന്നായിട്ട് പാടി എന്ന് ആദ്യമായിട്ട് ദാസേട്ടൻ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം ഭയങ്കര ഹാപ്പി ആയിപ്പോയി, ഇങ്ങനെയും പാടുന്ന കുട്ടിയുണ്ടോ. എനിക്ക് ഈ കുട്ടിയുടെ പാട്ടാണ് ഇഷ്ടമായത് എന്ന് പറയാം അദ്ദേഹത്തിന്. കാര്യം മാർക്കിട്ട് കഴിഞ്ഞു അവിടെ ഇരിക്കുന്നത്. അന്ന് ഇത് ശരിക്കും വീണ്ടും പറയാൻ പാടില്ല. അന്ന് ജഗദീഷ് ചേട്ടൻ സ്റ്റേജിൽ കയറി പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞു 1ാം സ്ഥാനം കിട്ടിയ ആൾക്ക് 1ാം സ്ഥാനം കിട്ടരുത്, 3ാം സ്ഥാനം കിട്ടിയ ആൾക്ക് 1ാം സ്ഥാനം കിട്ടുന്നു. അതും ജഡ്ജ്മെന്റ് അല്ലേ മോളെ?
മനസ്സിലായില്ലേ? സോ അങ്ങനത്തെ നമ്മൾ യു ഷുഡ് നോട്ട്, എൻ്റെ ജോലി ഞാൻ ആങ്കറിങ്ങിൽ ഇത്രയും വർഷം അവിടെ നിന്നിരുന്നെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കാം. അല്ല, ആദ്യം രജനിയെ ഭയങ്കര അഗേൻസ്റ്റ് ആയിരുന്നു. രഞ്ജിനി കയറി പറയുന്ന രഞ്ജിനിയുടെ മംഗ്ലീഷ്. ഈ മംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയത് രഞ്ജിനിയാണ്. മംഗ്ലീഷ്, ഈ മംഗ്ലീഷ് സാധാരണ ഞങ്ങളുടെ എല്ലാ മിമിക്രിക്കാരും എടുത്ത് പെരുമാറാൻ തുടങ്ങിയത് രഞ്ജിനിയെ ഇമിറ്റേറ്റ് ചെയ്തത്. അപ്പൊ ഈ രഞ്ജിനിയെ ആദ്യം ഇഷ്ടമല്ലാതെ ഇരുന്ന് ഇഷ്ടമായത്. ആ ഇഷ്ടമായി തുടങ്ങിയപ്പോ പിന്നെ അത് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അക്സെപ്റ്റ് ചെയ്തു. ആദ്യമൊക്കെ രഞ്ജിനി സ്റ്റേജിൽ കയറുമ്പോൾ നല്ല കൂലി കിട്ടി. പിന്നെ ആദ്യം ഇപ്പോഴും ചിലപ്പോൾ കിട്ടാറുണ്ട് ചേട്ടാ. പിന്നെ നമ്മൾ ഫുൾ ഇയർ പ്ലഗ്സ് ഒക്കെ ഇട്ടൊരു കേട്ടാണ്, എന്ത് വരുന്ന പറയാൻ പറ്റില്ല, ചെരുപ്പം വരെ വന്നിട്ടുണ്ട്. പിന്നെ അല്ലേ അതൊക്കെ പക്ഷേ ജോലിയുടെ ഒരു ഭാഗമായിട്ട്. രഞ്ജിനി സ്റ്റേജിൽ കയറുമ്പോൾ രഞ്ജിനി ജോലി മാത്രം ചെയ്യാനാണ് കയറുന്നത്. ഞാനവിടെ എൻ്റെ പേഴ്സണൽ എൻ്റെ സ്വഭാവം കാണിക്കാനല്ല കയറുന്നത്. അല്ല, ഹായ് ദുബായ് അല്ലെങ്കിൽ ഹായ് അബുദാബി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു ആരവം കേൾക്കാം. അത് എവിടെ നിന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആ ആരവത്തിൽ നിന്നൊക്കെ കവർ ചെയ്ത് കുറച്ച് കാരണം നമ്മൾ പിടിച്ച് ആളെ പിടിച്ച് നിർത്തും. അത് വലിയ കഴിവ് തന്നെയാണ്. അപ്പോൾ ആ കഴിവ് തന്നെയാണ് ഇവിടെ ഈ പിള്ളേരെ ഇങ്ങനെ അവർ പറയുന്നത് ഇങ്ങനെ ഫോഴ്സ് ഇറ്റ്സ് വെരി ഗുഡ്. യുനോ ലൈഫിൽ എൻ്റെ അടുത്ത് ഇപ്പം ഒരു ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞാലും എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കരുത് ഞാൻ പറയാറില്ല. ബിക്കോസ് ഈ ചോദ്യങ്ങളും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ തരണം ചെയ്താലേ ജീവിതത്തിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റും. മനസ്സിലായില്ലേ? ഇത് ജീവിതത്തിലെ റിയാലിറ്റീസാണ്. നിങ്ങളുടെ ഓരോ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്, എൻ്റെ വ്യക്തിത്വം, എൻ്റെ ക്യാരക്ടർ, നിങ്ങൾക്ക് എനിക്ക് ഉത്തരം പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് എൻ്റെ വിജയം. ഇപ്പം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയണ്ട. വീട്ടിൽ പോയി നിങ്ങൾ എപ്പോഴെങ്കിലും വിലയിരുത്തുമ്പോൾ ഓക്കെ, ചിലപ്പോൾ പറഞ്ഞത് ശരി ഉണ്ടാവാം, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഉണ്ടാവാം എന്നൊരു ഒരു തോട്ട്, അത് മാത്രം മതി എനിക്ക്. ഇതിനകത്ത് ഇപ്പോൾ സ്റ്റാർ റാങ്കിങ്ങിൽ സാധാരണഗതിയിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കേണ്ട ആൾ ഞാൻ. പക്ഷെ ഞാൻ പബ്ലിക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ കുറേ പബ്ലിക്കിന്റെ ഇഷ്യൂസ്, ആ ഇഷ്യൂസൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണലി അറിയാവുന്നതാണ്. പക്ഷെ അത് അവർക്ക് വിട്ടുകൊടുത്താൽ വെച്ചാൽ അവരാണ് ചോദിക്കേണ്ടത്. അവർ ചോദിക്കുമ്പോൾ അവർ പബ്ലിക്കിന്റെ ഇടയിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, ഏത് ലെവലിൽ വേണമെങ്കിലും ചോദിക്കാം. അതിന് മറുപടി ആദ്യമേ രഞ്ജിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്തെങ്കിലും എനിക്കറിയാം, എനിക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ പറയാൻ താല്പര്യമില്ല എന്ന് തന്നെ പറയും. That's completely okay because you know you're all kids growing up. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്നെക്കാട്ടും ഒരു 10-12 ഇയേഴ്സ് താഴെയുള്ള ചെറുപ്പക്കാരാണ്. അപ്പോൾ ഇങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആൾക്കാരുടെ ചോദിച്ചു ഞാനും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ ജോലി ചെയ്ത് ജീവിക്കായിരുന്നു. ബട്ട് ഐ തിങ്ക് ഐ എം ഹാവിങ് ഫൺ. ദിസ് ഈസ് ആക്ച്വലി എനിക്ക് വളരെ എൻജോയബിൾ ആയ ഒരു എക്സ്പീരിയൻസ് ആണ്. റാഗിങ് സ്കൂളിൽ തൊട്ട് കോളേജിൽ തൊട്ട് എനിക്ക് പണി കിട്ടിയത് എന്നെ. പക്ഷേ ഈ വലിയ രീതിയിലല്ല. സെൻട്രി സാസിൽ എനിക്ക് ഏറ്റവും പണി കിട്ടിയത് എന്താണെന്ന് അറിയാമോ ചേട്ടാ? ഞാൻ മിസ് കേരള ആയ അടുത്ത ആഴ്ചയാണ് ഞാൻ സെൻട്രി സാസിൽ കയറുന്നത്. അപ്പോൾ ആൾക്കാരുടെ വിചാരം ഞാൻ ഭയങ്കര അഹങ്കാരിയാണെന്നാണ്. മിസ് കേരള അല്ലേ? അപ്പോൾ എന്നെ എൻ്റെ ഫസ്റ്റ്, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിലുള്ള കുറച്ച് സ്റ്റുഡൻസ് വിളിച്ച് എല്ലാ ദിവസവും രാവിലെ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഞാൻ സൽവാർ മാത്രമേ ഇടാൻ പറ്റൂ. മേക്കപ്പ് ഇടാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, മുടിയൊക്കെ ചീവാൻ പറ്റില്ല. മുടിയൊക്കെ ഞാൻ ചീവി, പക്ഷെ ഞാൻ സൽവാർ ഇട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ റാഗ് ചെയ്താലല്ലേ അവരപ്പായിട്ടൊരു ബോണ്ട്. അവരെങ്ങനെ പിന്നെ ഓപ്പൺ ചെയ്ത് ഇറ്റ് വെരി ഈസി. ആദ്യം തന്നെ മീറ്റ് ചെയ്തപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇതിനെ റാഗ് ചെയ്തിട്ട് വലിയ ഗുണമൊന്നുമില്ല എന്ന്. എന്നിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഞാൻ അവരുടെ അടുത്ത് പോയി ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഒരു സമയത്തിന് മുമ്പ് പോയി പറയണം. 3 പേര് 3 സ്ഥലത്തായിരിക്കും. അപ്പോൾ അതിനിടയിൽ ഇതൊക്കെ എന്നിട്ട് ഞാൻ എല്ലാം ചെയ്തു. ബിക്കോസ് അല്ലെങ്കിൽ എനിക്ക് ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്യില്ല, കുറച്ച് ബാഡായിട്ട് സംസാരിക്കുമായിരിക്കും. പക്ഷേ അവർ ആ ആറ്റിറ്റ്യൂഡ് കയറാൻ ഞാൻ അപ്പുറത്തെ ആറ്റിറ്റ്യൂഡ് കയറും. അപ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ. പക്ഷേ ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കുറേ ഫ്രണ്ട്ലി ആവും. ഇന്നും അവരൊക്കെ ഐ എം വെരി ഫ്രണ്ട്ലി വിത്ത് ദം. ഒരു പക്ഷേ എൻ്റെ അത്രയും അവരൊക്കെ ക്ലോസ് ആയിട്ട് വേറെ സ്റ്റുഡൻ്റ് ഉണ്ടാവില്ല. അത് ഈ റാഗിങ്ങിലൂടെ സംഭവിച്ച ഒരു ക്ലോസ്നെസ് ആണ്. പിന്നെ അവർ തന്നെ എന്നെ ലഞ്ചിന് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഐ എം വെരി ക്ലോസ് ടു എ ലോട്ട് ഓഫ് ദം ടുഡേ. അതുകൊണ്ട് തന്നെ ഞാൻ സീനിയർ ആയപ്പോൾ ഞാൻ ഇറങ്ങി. എന്തൊക്കെയായിരുന്നു രഞ്ജിനി ചെയ്തിരുന്നത്? ഞാൻ ചോദിച്ചു, എനിക്ക് ആക്ച്വലി സിമ്പത്തിയാണ്. ഒരു യൂഷ്വലി റാഗ് ചെയ്യുന്ന പെണ്ണുങ്ങൾ എങ്ങനെയാണ്? ജീൻസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഹെപ്പായി വരുന്ന ആൾക്കാരെയാണ് ആദ്യം റാഗ് ചെയ്യുക. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ ഒക്കെ സോഫ്റ്റ് സ്പോട്ടാ. പാവം, ഈ കൊച്ചിനെ വേറെ ആൾക്കാർ റാഗ് ചെയ്തോളും, ആ കൊച്ചിനെ നമുക്ക് വെറുതെ വിടാം. വെറുതെ അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടി സംസാരിപ്പിക്കാൻ മാത്രമായിരുന്നു ഞാൻ ചെയ്തൊരു കാര്യം. വേറൊന്നും. ഞാൻ കൂടെ പോകും, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും. ബിക്കോസ് എന്നെ കണ്ട ആൾക്കാർക്ക് ഒരു പേടിയുണ്ടാവുന്ന വിചാരിച്ചിട്ട് ഞാൻ പോയി അവിടെ കസേരയിൽ, ടീച്ചറുടെ കസേരയായിരിക്കും. എൻ്റെ ഫ്രണ്ട്സിന് റാഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള വെരി സിമ്പിൾ തിങ്സ്, പാട്ട് പാടാൻ ഡാൻസ് ചെയ്യാം, അത് വെരി സ്റ്റുപ്പിഡ് തിങ്സ്. അല്ലെങ്കിൽ വേറൊന്നുമില്ല. മലയാളികളും മീഡിയാസും രഞ്ജിനി രവിദാസിനെ നെഗറ്റീവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഏതൊരു ജീവിതത്തിലും നല്ല കാര്യങ്ങൾ പറയാൻ ആൾക്കാർക്ക് താല്പര്യം കുറവല്ലേ? നമ്മൾ ഫേസ്ബുക്കിൽ എടുത്താലും കാണാൻ രഞ്ജിനി ഹരിദാസിനെ പറ്റി കുറെ കമന്റ്സ് ഓൾറെഡി ഉണ്ട്. എന്നെ കുറിച്ച് കുറെ അക്കൗണ്ട്സും ഉണ്ട്. രഞ്ജിനി അല്ലാത്ത എത്രയോ പേര് രഞ്ജിനി ഹരിദാസിന്റെ അക്കൗണ്ട്സ്
അല്ലെ? ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഇപ്പോൾ ചേട്ടൻ തന്നെ കുറേ ഉണ്ടാവും, ഫേക്ക് ഉണ്ട്. ഫേക്ക് ഒരു 30-40 അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ ആരാണ് എഴുതുന്നത് എന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഫേസ്ബുക്ക് പറയണതിൽ അതിൽ നല്ല കാര്യം എന്താണെന്ന് അറിയാമോ? ഇങ്ങനത്തെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിൽ ഞാൻ കുറേ വർഷമായി കാണാത്ത എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോട് ടച്ചിലിരിക്കാൻ പറ്റിയ ഒരു മേഖല, ഒരു മാധ്യമം. പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ എനിക്ക് ഫേസ്ബുക്ക് വേണ്ട, മറ്റുള്ളവരുടെ അഭിപ്രായം അറിയാൻ എനിക്ക് ഫേസ്ബുക്ക് വേണ്ട. പക്ഷേ ഒരു സ്വന്തമായി വലിയൊരു ജീവിതം ഇല്ലാത്ത കുറേ ആൾക്കാർ ഫ്രണ്ട്സിനൊപ്പം കീപ്പ് ഇൻ ടച്ച്. ഇറ്റ്സ് അമേസിങ്, ഇറ്റ്സ് ദ ബെസ്റ്റ് തിങ് എവർ. ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക, ഞാൻ ഇവിടെയാണ്, ഞാൻ ഈ ട്രിപ്പിൽ പോയി അതെടുത്തു, അത് ഗ്രേറ്റ് ആണ്. പക്ഷെ അതല്ലാതെ പുതിയ ആൾക്കാരെ ഇതിലൂടെ മീറ്റ് ചെയ്യാൻ എങ്ങനെ വിശ്വസിക്കും ആരാണെന്ന്? അപ്പം നമുക്ക് ഇതിനൊരു ഐഡൻറ്റിറ്റി പ്രൂഫ് ഇല്ലാതെ അതിൽ ആരെന്ത് എഴുതിയാലും ഞാനൊന്നിനും ബോധർ ചെയ്യണം അല്ലേ? ഇപ്പം കിരൺ, ഇപ്പം നിങ്ങൾ 8 പേരും എൻ്റെ അടുത്ത് നേരിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഇതേ 8 കാര്യങ്ങൾ നിങ്ങൾ ഫേസ്ബുക്കിൽ എടുത്ത് ചോദിച്ചു, ഞാൻ ഉത്തരം പറയില്ല. ബിക്കോസ് നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല അല്ലേ? അപ്പോൾ ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. നെഗറ്റിവിറ്റി ആണോ ചിത്രീകരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഫേസ്ബുക്കിൽ ലോട്ട്സ് ഓഫ് നെഗറ്റിവിറ്റി ഉണ്ട്, പക്ഷെ അത് അതിൻ്റെ ഉത്ഭവം എവിടെയാണെന്ന് ഐ ഡോണ്ട് നോ, സോ ഐ എം നോട്ട് ബോതേർഡ്. മീഡിയ ആണ്, അവർക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആയി എന്ത് കിട്ടിയാലും